തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 12 സീറ്റുകളിലും പരാജയം ഏറ്റുവാങ്ങുക. പാർട്ടിയുടെ ചെയർമാൻ സ്വന്തം നാട്ടിൽ തോറ്റ് തുന്നം പാടുക. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അവസ്ഥയെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷവും ഫലപ്രഖ്യാപനത്തിന് ശേഷവും വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ഇവർ UDFിലേക്ക് പോകാൻ തയ്യാറായിരുന്നു. റോഷി അഗസ്റ്റിൻ വെട്ടി മാറ്റിയതാണ്, അല്ലെങ്കിൽ അദ്ദേഹം സമ്മതിച്ചില്ല തുടങ്ങിയ ചില അപവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുടിയനായ പുത്രൻ്റെ പ്രയോഗമൊക്കെ കഴിഞ്ഞ ദിവസം PJ ജോസഫിൻ്റെ മകൻ അപ്പു ജോൺ ജോസഫ് നടത്തിയതുമൊക്കെ കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു. അതായത് CPMക്കാർ, പാലായിലെ CPM പ്രവർത്തകർ ക്രോസ് വോട്ട് ചെയ്ത് മാണി സി കാപ്പനെ വിജയിപ്പിച്ചു എന്നാണ് ഇപ്പോൾ KM മാണിയുടെ പുത്രൻ ജോസ് കെ മാണി പറയുന്നത്. ഇനി 1.5 വർഷം കൂടി ഈ MP സ്ഥാനം കയ്യിലുണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയുടെ അവസ്ഥ എന്താകും? വളരെ പരിതാപകരമാണ്, വളരെ ഹൃദയഭേദകമാണ്. ഒരു വ്യക്തി ഒരു പാർട്ടി ഉണ്ടാക്കുന്നു, ആ പാർട്ടിയിൽ അജയ്യനായി നിലകൊള്ളുന്നു. പക്ഷേ ആ വ്യക്തിയുടെ മരണശേഷം ആ പാർട്ടി ആ വ്യക്തിയുടെ മകനാൽ തകർത്തെറിയപ്പെടുന്നു. സ്വന്തം തട്ടകത്തിൽ തോറ്റ് ഇങ്ങനെ നടക്കുകയാണ്. 6 വർഷത്തേക്ക് 2 ചിഹ്നത്തിന് പ്രശ്നമൊന്നുമില്ല എന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. ചിഹ്നത്തിന് പ്രശ്നമൊന്നുമില്ല, നേതാക്കൾക്കാണ് പ്രശ്നം. നേതാക്കൾ ഓരോന്നായി കൊഴിഞ്ഞു പോയി തുടങ്ങി. ജേക്കബ് ഗ്രൂപ്പിൽ നിന്ന് ജോണി നെല്ലൂർ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് വിചാരിച്ച് മാണി ഗ്രൂപ്പിൽ ചെന്നു. അദ്ദേഹത്തിന് ഒന്നും കിട്ടിയതുമില്ല. കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിന് കയറി ഇരിക്കാൻ പറ്റി ജനങ്ങൾ 10 പേര് ജോണി നെല്ലൂർ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇത് ഒരു പാർട്ടിയുടെ സമ്പൂർണ്ണ പരാജയമാണ്, ചെറുതായാലും വലുതായാലും. KM മാണിയുള്ളപ്പോൾ ഇതൊരു ഈർക്കിൽ പാർട്ടിയൊന്നും ആയിരുന്നില്ല. ശക്തമായ റവന്യൂ വകുപ്പ് മാണി സാർ ഭരിച്ചിരുന്നു. ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും ഒക്കെ ഉണ്ടായി, അതൊക്കെ വേറെ കാര്യം. ബാർക്കോഴ അടക്കം നമ്മൾ കേട്ടതാണ്. പക്ഷേ ഒരു വ്യക്തിയുടെ മകൻ ആ വ്യക്തി ഉണ്ടാക്കിയ പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കുന്നു. ഇത് തന്നെയാണ് KB ഗണേഷ് കുമാറും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ ആനപ്പുറത്ത് കയറി എന്ന് വിചാരിച്ച് മകന് തഴമുണ്ടാകണം എന്നില്ലല്ലോ എന്ന പഴയകാല ഒരു പ്രയോഗം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. തകർന്ന് തരിപ്പണമായിരിക്കുന്നു. എന്നിട്ട് കുറ്റം മുഴുവൻ CPMൻ്റെ തലയിൽ. CPM ക്രോസ് വോട്ട് ചെയ്തു. CPM മാണി സി കാപ്പനെ ജയിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതല്ല കാര്യം. ഷോൺ ജോർജ് മാക്സിമം വോട്ട് പിടിക്കുകയും 2ാം സ്ഥാനത്തെത്തുകയും ഒക്കെ ചെയ്തതുമൊക്കെ ഒരു ഘടകമാണ്. എന്നാൽ പോലും ഞാൻ ജയിക്കും, ഞാൻ ജയിച്ച് മന്ത്രിയാകും, LDF വീണ്ടും അധികാരത്തിൽ വരും എന്ന് ആഴ്ചയ്ക്ക് 14 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടന്ന ജോസ് കെ മാണിയുടെ ഏറ്റവും ഗുരുതരമായ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സമ്പൂർണ്ണമായ പരാജയം, സമ്പൂർണ്ണമായ വീഴ്ച. എല്ലായിടത്തും തോറ്റിരിക്കുന്നു. കേരള കോൺഗ്രസ് M എന്ന പാർട്ടിയെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിൽ നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു. അതിനേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജോസ് കെ മാണിയുടെ ചില നീക്കങ്ങളും ചില പ്രസ്താവനകളും ചില തീരുമാനങ്ങളുമാണ്. അധികാരം മാത്രം മതി, സ്ഥാനങ്ങൾ മാത്രം മതി, അതും തനിക്ക് മാത്രം മതി എന്ന രീതിയാണ്. കഴിഞ്ഞ 21-ൽ ഇദ്ദേഹം ജയിച്ചിരുന്നെങ്കിൽ മന്ത്രിയായേനെ. തോറ്റതുകൊണ്ടാണ് റോഷി അഗസ്റ്റിൻ മന്ത്രിയായത്. അപ്പം ഒരു പാർട്ടിയെ എങ്ങനെ തകർക്കാം, എങ്ങനെ ഇല്ലാതാക്കാം, എങ്ങനെ മനസ്സുകളിൽ നിന്ന് ആ പാർട്ടിയുടെ സ്ഥാനം മാറ്റി നിർത്തപ്പെടാം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണമാണ് കേരള കോൺഗ്രസ് M എന്ന പാർട്ടി. സംസ്ഥാന പദവി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് പാർട്ടി എന്ന് കേൾക്കുന്നു. തെരഞ്ഞെടുപ്പ് ചിഹ്നം 6 കൊല്ലത്തേക്കൊക്കെ തന്നെ സുരക്ഷിതമാണ് എന്ന് പറയുമ്പോഴും അതിൻ്റെ നിയമവശങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തൊക്കെ വന്നാലും ഒരു പാർട്ടി ഇല്ലാതെയായിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പാർട്ടി എന്ന് പറയുന്ന സംവിധാനം തന്നെ പാടെ തകർന്നിരിക്കുന്നു. CPMകാരുടെ തലയിൽ എല്ലാം കെട്ടിവെച്ച് തൽക്കാലത്തേക്ക് രക്ഷപ്പെടാം. CPM ക്രോസ് വോട്ട് ചെയ്യുന്നവരാണ്. എന്നാൽ പോലും ജോസ് കെ മാണിയെ ജയിപ്പിക്കാനൊക്കെ തന്നെ CPMന് തീർച്ചയായിട്ടും ഉദ്ദേശമുണ്ടായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന വ്യക്തിയാണ്. ഇനി പക വീട്ടിയതാണോ, വലതുപക്ഷത്തേക്ക് പോകാൻ ശ്രമിച്ചതിൻ്റെ പക വീട്ടിയതാണ് എന്നൊക്കെ പറയാം. CPM ക്രോസ് വോട്ട് ചെയ്ത് മഞ്ചേശ്വരത്ത് ക്രോസ് വോട്ട് ചെയ്താണ് K സുരേന്ദ്രനെ തോൽപ്പിച്ചത്. അതുപോലെ ജോസ് കെ മാണിയെ CPM തോൽപ്പിച്ചതാണ് എന്നാണ് ഇപ്പോൾ ജോസ് കെ മാണി ഒരു മറുപടിയായി പറയുന്നത്, അല്ലെങ്കിൽ ഒരു ന്യായീകരണമായി പറയുന്നത്. ഒന്നുമല്ല കാര്യം. CPM തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. എന്നാൽ പോലും ജനങ്ങൾ, പാലായിലെ ജനങ്ങൾ ജോസ് കെ മാണിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും ഒഴിവാക്കിയിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിരിക്കുന്നു എന്നതാണ് സത്യം. അതുപോലെ ഇവർ മത്സരിച്ച എല്ലായിടത്തും ഇത് ഒരു പാർട്ടിയുടെ തകർച്ചയുടെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണം തന്നെയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടി എങ്ങനെ ഇല്ലാതാകുന്നു. ഇതുപോലെ നിരവധി പാർട്ടികൾ കേരളത്തിലുണ്ടായിരുന്നു, ഇന്ത്യയിലുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഇല്ലാതായിട്ടുണ്ട്, പിളർന്ന് വേറെ പാർട്ടി ആയിട്ടുണ്ട്. അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ തോതിൽ സിനിമാസ്കോപ്പ് പടം പോലെ കത്തി നിന്ന KM മാണി എന്ന ആ രാഷ്ട്രീയക്കാരൻ്റെ പാർട്ടി ഇങ്ങനെ തകർന്ന് തരിപ്പണമാകുന്നത് കാണുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ടും അല്ലാതെയും രാഷ്ട്രീയമായിട്ടും ഒക്കെ തന്നെ നമുക്ക് വലിയ വിഷമമുണ്ട്.
ഇനിയിപ്പോൾ കേരള കോൺഗ്രസ് എം എന്നൊരു പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതൊക്കെ സ്വന്തം കാര്യം മാത്രം നോക്കി, അല്ലെങ്കിൽ അണികളെല്ലാം അന്ധമായി കൂടെ നിന്നുകൊള്ളും, താൻ പറയുന്നതെല്ലാം കേട്ടുകൊള്ളും എന്നുള്ള ഒരു മിഥ്യാധാരണയുടെ പുറത്തുകൂടി സംഭവിച്ചതാണ്. അതായത് ഒരു രാഷ്ട്രീയ പാപ്പരത്വത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ ബുദ്ധിശൂന്യതയുടെ ഏറ്റവും നല്ല ലക്ഷണമാണ് ഇത്തരത്തിൽ ജോസ് കെ മാണി കാലങ്ങളായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലം തന്നെയാണ് ഇത്. ഈ പാർട്ടി ഇല്ലാതാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് ആർക്കുമില്ല. അത്രയും ക്ഷയിച്ചു കഴിഞ്ഞു ആ പാർട്ടി, അത്രയും ജനമനസ്സുകളിൽ നിന്ന് അകന്നു കഴിഞ്ഞു ആ പാർട്ടി.